നമസ്കാരം. ലോൺ ആപ്പിന്റെ ചതിയിൽപ്പെട്ട് ഒരു ആത്മഹത്യ കൂടി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണയായി നോർമൽ മെസ്സേജായോ വാട്സപ്പ് മെസ്സേജായോ ഇത്തരത്തിലുള്ള അൺഓതറൈസ്ഡ് ആപ്സ് നമുക്ക് മെസ്സേജ് അയക്കും. അതിൻ്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പൈസ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഇത്തരത്തിലുള്ളൊരു ചതിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ 7-ാമത്തെയോ 10-ാമത്തെ ദിവസം പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ റിമൈൻഡർ കോൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയാണ് ഇതിൻ്റെ അപകടം പതുങ്ങിയിരിക്കുന്നത്. നമ്മൾ ലോൺ എടുത്ത തുകയും അതിന്റെ പലിശയും തിരിച്ചടച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഹരാസ്മെന്റിന് നമ്മൾ ഇരയാകുമെന്ന് ഉറപ്പാണ്. കാരണം പൈസ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കൃത്യം ദിവസത്തെ അടച്ചാൽ അത് അവർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നമുക്ക് വീണ്ടും ലിങ്ക് അയച്ചു തരികയും പണം ആവശ്യപ്പെടുകയും ചെയ്യും. ഇനി പണം അടച്ചില്ലെങ്കിൽ ആദ്യം ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് മുഴുവൻ ആക്സസ് ചെയ്തിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മോർഫ് ചെയ്ത ഫോട്ടോസും വീഡിയോസും അവർക്ക് അയച്ചു കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു നിന്നായിരിക്കും ഹരാസ്മെന്റ് തുടരുന്നത്. ഇത് തരണം ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള വഴികൾ രണ്ടാണ്. ഒന്ന്, നമ്മളൊരു സ്റ്റാറ്റസ് ഇടണം. ഇത്തരത്തിൽ ലോൺ ആപ്പ് സ്കാമിൽ നമ്മൾ പെട്ടിട്ടുണ്ട്, നമ്മൾ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, ഇത് പോലീസിന്റെ നടപടികൾ എടുക്കുന്നത് വരെ എല്ലാവരും എന്നോട് സഹകരിക്കണം എന്നൊരു സ്റ്റാറ്റസോ മെസ്സേജോ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും കൊടുക്കുക. 2, കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി അപ്ഡേറ്റ് ചെയ്യുക. 2023 മുതൽ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ അംഗീകാരമുള്ള ലോൺ ആപ്പുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായി ചെക്ക് ചെയ്യാതെ അനധികൃതമായ ലോൺ ആപ്പുകളുടെ പുറകെ പോയി ഇത്തരത്തിൽ ആത്മഹത്യയുടെ വക്കിലെത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. 2023 റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ DLA ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്ലിക്കേഷൻസ് ലോൺ ആപ്പുകളുടെ പേരുവിവരങ്ങൾ, അംഗീകാരമുള്ള ആപ്പുകളുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ആപ്പുകൾ ഏത് ധനകാര്യ സ്ഥാപനത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് നടത്തുന്നത്, ഇതിന് തർക്കപരിഹാര ഓഫീസറുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ രേഖപ്പെടുത്തിയാണ് റിസർവ് ബാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റ് പരിശോധിച്ചാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ആത്മഹത്യയുടെ വക്കിലെത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോകില്ല. ഇതല്ലാതെ ലോൺ ആപ്പുകളുടെ മുൻപിൽ ആത്മഹത്യ ചെയ്ത് അടിയറവ് ചെയ്യാനാണെങ്കിൽ കേരളത്തിൽ ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ലോൺ ആപ്പുകളെ ഏതെങ്കിലും സാഹചര്യത്തിൽ സമീപിക്കേണ്ടി വന്നാൽ RBIയുടെ വെബ്സൈറ്റ് പരിശോധിക്കുക. അബദ്ധത്തിൽ പോലും അനധികൃത ലോൺ ആപ്പുകളിൽ നിന്നും പണം എടുത്തിട്ടുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക.